കൃത്യമായിട്ട് നമുക്ക് അതിന് കണക്കുണ്ട്, ഇത്രയും മില്ലിഗ്രാം ഇന്ന സാധനം ഉണ്ട് എന്ന്. അപ്പോൾ ആളുകളെ പബ്ലിക്കിന് അത് കുറേയും കൂടെ തിങ്കിങ് ഒരു സൊസൈറ്റി ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു റീസണിങ് വേണം, ഒരു ജസ്റ്റിഫിക്കേഷൻ വേണം. ബേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിഗ്രീസ് ഉണ്ട്, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി ബേൺസ്. അപ്പോൾ അത് ആ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ജസ്റ്റ് അടിയിൽ, അത് അതിൽ അപ്പുറം അടിയിലുള്ള. അപ്പോൾ എത്രയാണ്, വാട്ട് ഈസ് ദ സിവിയറിറ്റി ഓഫ് ദി ഡാമേജ് നോക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞത്. അപ്പോൾ സാധാരണ ഈ തേർഡ് ഡിഗ്രി ബേൺസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ, ഡീപ്പ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ബേൺസിൻ്റെ ഇതിൽ ഒരുപാട് പ്രോട്ടീൻ ലോസ് വരും, ഒരുപാട് ഫ്ലൂയിഡ് ലോസ് വരും. ദ പേഷ്യൻറ്റ് ഗോസ് ഇൻ ടു ഷോക്ക്, അതായത് ലോ ഇത് വരും, BP വരും, കിഡ്നി എഫക്റ്റഡ്, ഹാർട്ട് എഫക്റ്റഡ് ആവും. പിന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് അവസാനം ആൾ മരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഞാൻ തന്നെ ഒത്തിരി കേസസ് അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാൻ പോലും വയ്യ, ഇതൊന്നും ചെയ്യാണ്ട്, ബ്ലഡ് റീപ്ലേസ്മെൻറ്റ് ഇല്ല, പ്ലാസ്മ റീപ്ലേസ്മെൻറ്റ് ഇല്ല, ആൻറ്റിബയോട്ടിക്സ് ഇല്ല, ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഇത് പെർഫെക്റ്റായിട്ട് ഒരാൾ ക്യൂർഡ് ആവുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ആ സാമ്പിൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്. അത് ഉണ്ടാവുന്നത് ഒരു ബാക്ടീരിയ കാരണമാണ്. ആ ബാക്ടീരിയ സാധാരണ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടോക്സിൻസ്, അതായത് പോയിസൺസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. സ്യൂഡോമോണാസ് എയറോജിനോസ എന്നുവെച്ചാൽ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും, കണ്ടാൽ തന്നെ ഒരുമാതിരി വിഷം കലക്കിയ മാതിരി അത് വളരുന്നത് തന്നെ നമ്മുടെ മീഡിയത്തിൽ. ഏത് തരം ചികിത്സാ രീതി ആയാലും അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ച് ആധുനിക ജനതയ്ക്ക് ഉത്തമ ബോധ്യം വരേണ്ടതുണ്ട്. ഇതാണ് ന്യൂട്രിയൻ്റ് അഗാർ. ഇപ്പോൾ ന്യൂട്രിയൻ്റ് അഗാറിൽ മീഡിയം ഉണ്ട്, അതായത് ബാക്ടീരിയയ്ക്ക് ഗ്രോ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ആഹാര സാധനങ്ങളും. അപ്പോൾ അതിൻ്റെ പുറത്തു കൂടിയാണ് നമ്മൾ സ്യൂഡോമോണസ്, സ്റ്റെഫൈലോകോക്കസ്, പ്രോട്ടിയസ്, ഈക്കോളൈ, ക്ലെബ്സിയല എന്നൊക്കെ പറഞ്ഞ മാരകമായിട്ടുള്ള ഓർഗാനിസംസ് ഇനോക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് അഗ്നിജിത്താണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഈ 2 ബാക്ടീരിയ, സ്യൂഡോമോണാസും പ്രോട്ടിയസും മാത്രമാണ് വൃത്തിയായിട്ട് ഗ്രോ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ കംപ്ലീറ്റ്ലി, ഇത് കംപ്ലീറ്റ്ലി ഇൻഹിബിറ്റഡ് ആണ്. ക്ലെബ്സിയല മുഴുവൻ ഇൻഹിബിറ്റഡ് ആണ്, സ്റ്റെഫൈലോകോക്കസ് കംപ്ലീറ്റ്ലി ഇൻഹിബിറ്റഡ് ആണ്, ഇത് പാർഷ്യലി ഇൻഹിബിറ്റഡ് ആണ്. അപ്പോൾ അടുത്തത് എന്താ, ഇതിപ്പോൾ കുറേയും കൂടെ ക്ലിയർ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ഇതാണ്, സ്യൂഡോമോണസ് പയസൈനിയ എന്ന് പറയും. ഭയങ്കര ടോക്സിക് ആണത്. ആ കളർ പോലും നമുക്ക് അതിൻ്റെ കാണാൻ ഒരുമാതിരി വിഷം തീണ്ടിയതുപോലെ. ഇനി അടുത്തത് ഇതാണെങ്കിൽ ഇതേ സാധനം അഗ്നിജിത്ത് നമ്മൾ 5 ഗ്രാം പെർസെൻറ്റേജ്, 100 ഗ്രാം മീഡിയത്തിൽ 5, ഒരൊറ്റ ഓർഗാനിസം ഗ്രോ ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് ഇറ്റ് ഈസ് കിൽഡ്, ഒന്നുമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫംഗസിന് പ്രത്യേകിച്ച് മീഡിയം ഉണ്ട്. അതിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതലാണ്, pH ലോ ആണ്. അതിൻ്റെ അകത്ത് ഇതേ പറഞ്ഞ മാതിരി എല്ലാ സാധാരണ നമുക്ക് കോസ് ചെയ്യുന്ന ആസ്പെർജില്ലസ്, കാൻഡിഡ, പെനിസിലിയം, ഇതെല്ലാം ലങ് ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുത്തുന്ന സാധനങ്ങളാണ്. ഇതിനൊക്കെ ഇനോക്കുലേറ്റ് ചെയ്തു ഈ പെർട്ടിക്കുലർ പെർസെൻറ്റേജിൽ, അതായത് 5 to 10% അഗ്നിജിത്തിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട്